ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്ത് അച്ചാറാണെന്നുള്ളത്. നമ്മൾ ചേനയും കൊണ്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ അത് അച്ചാർ ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു, ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം കായം ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയിട്ട്, അതിൻ്റെ ചെറിയൊരു ഫ്ലേവറിന് മാത്രമാണ് കേട്ടോ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടായി കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇഞ്ചി ചെറിയൊരു കഷ്ണം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ, എത്ര വേണേൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാറിന്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മസാല പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അച്ചാറിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയുള്ള മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് കത്തിച്ച് മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ 2 കയ്യിൽ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ 2 കയ്യിൽ നമ്മൾ ശർക്കര പാവ് കാച്ചിയതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇളം മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ശർക്കര പാവ് കാച്ചിയത് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതാ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വേവിച്ച് വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചേനയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചേന അച്ചാറാണല്ലോ, അപ്പോൾ ചേനയാണല്ലോ അല്ലേ താരം. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേന വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ട് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ ചേനയൊക്കെ ചേർത്ത് നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം 3 സ്പൂണ് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പുളിയൊക്കെ അച്ചാറിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ചേനയുടെ ചൊറിച്ചിലൊന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സുർക്കയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അത് ചെറിയ തീയിലിട്ടിട്ട് വേണ്ട തിളച്ച് വേവിക്കാനായിട്ട്. നമ്മുടെ മസാലകളൊക്കെ ചേനയ്ക്ക് പിടിച്ചെടുക്കണ വരെ നന്നായി ഒന്ന് തിളച്ച് വേവിക്കണം കേട്ടോ. പിന്നെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ അച്ചാറൊക്കെ സെറ്റായി വരുമ്പോൾ. അപ്പോൾ അതവിടെ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേനയും കൊണ്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് കേട്ടോ. നമുക്ക് ഈ അച്ചാറിലൊക്കെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.